ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും പറ്റിയ ഒരു ബീച്ചാണിത്. നിരന്നു നിൽക്കുന്ന കാറ്റാടി മരങ്ങളും തെങ്ങുകളും തണൽ മരങ്ങളും ഫ്രെയിമുകൾക്ക് മനോഹാരിത നൽകുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. വളരെ മനോഹരമായ ഒരു വ്യത്യസ്തമായ ഒരു ബീച്ച്. അത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. എന്നാൽ പണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു ബീച്ചാണിത്. ഇപ്പോൾ അത് നാഗർകോവിലിനടുത്താണ്. ഈ ബീച്ചിലേക്ക് പോകാൻ നാഗർകോവിൽ നിന്ന് 12 കിലോമീറ്ററാണ് ദൂരം. ഗണപതിപുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഗണപതിപുരത്താണ് പ്രകൃതി ഭംഗി ഏറിയ ഈ ഒരു ബീച്ചുള്ളത്. കായലും തോടും തെങ്ങിൻ തോപ്പുകളും വയലേലകളും നമ്മുടെ മിഴികളിൽ സന്തോഷമുണർത്തുന്നു. പണ്ടെങ്ങോ കണ്ടുമറന്ന കേരളത്തിൻ്റെ നാട്ടുവഴികൾ, ചെറിയ അഗ്രഹാരങ്ങൾ, അമ്പല നടവഴികൾ ഒക്കെ യാത്രയിലുടനീളം കാണാം. പഴയ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു ഇവിടം. അതിനാൽ തന്നെ നമുക്ക് കേരളമാണെന്നേ തോന്നുകയുള്ളൂ. തെങ്ങിൻ തോപ്പ് നിറഞ്ഞ പ്രദേശം കഴിഞ്ഞാൽ ബീച്ചിൻ്റെ കവാടം കാണാം. കവാടം കഴിഞ്ഞാൽ സൗജന്യ കുടിവെള്ള സംവിധാനം കാണാം. 1000 കാൽ പൊഴിമുഖമെന്നാണ് ഈ ബീച്ചിൻ്റെ യഥാർത്ഥ പേര്. കന്യാകുമാരിയിലേക്ക് ഇവിടെ നിന്ന് 32 കിലോമീറ്ററാണ് ദൂരം. ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ ഇത് ഇന്ത്യയിലെ ബീച്ചാണോ എന്ന് തോന്നിപ്പോകും. കാറ്റാടി മരങ്ങളും നീലക്കടലും സ്വർണ്ണ നിറമുള്ള മണൽത്തരികളും ഇളം കാറ്റും നമ്മുടെ മനസ്സിനെ നന്നായി ആനന്ദിപ്പിക്കും. വൃത്തിയായി സൂക്ഷിക്കുന്ന ബീച്ചായതിനാൽ മാലിന്യ നിക്ഷേപങ്ങൾ വളരെ കുറവാണ്. തമിഴ്നാട്ടിലാണ് ഈ ബീച്ചെങ്കിലും ഏറെയും വന്നു പോകുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഈ ബീച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും പറ്റിയ ഒരു ബീച്ചാണിത്. നിരന്നു നിൽക്കുന്ന കാറ്റാടി മരങ്ങളും തെങ്ങുകളും തണൽ മരങ്ങളും ഫ്രെയിമുകൾക്ക് മനോഹാരിത നൽകുന്നു. സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാൻ പ്രായഭേദമന്യേ സഞ്ചാരികൾ ഒത്തുകൂടുന്ന ഒരു ബീച്ചാണ് ഈ ലേമൂർ ബീച്ച്. കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നു പോകുന്നത്. കടലയും കപ്പലണ്ടിയും ചോളവും പഴംപൊരിയും ഐസ്ക്രീമും വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ. കടല കുറിച്ചിരുന്ന് കഥ പറയാൻ മരങ്ങൾക്ക് ചുറ്റിലുമായി ഇരിപ്പിടങ്ങൾ പണിതിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും 81 കിലോമീറ്ററാണ് ലേമൂർ ബീച്ചിലേക്കുള്ള ദൂരം. മനോഹരമായ സന്ധ്യയും സുന്ദരമായ കടൽ തീരങ്ങളും നിങ്ങളെ മാടി വിളിക്കുന്നു. കുടുംബത്തോടൊപ്പം മനോഹരമായ നിമിഷങ്ങൾ ചെലവിടാൻ പറ്റിയ ഒരു നല്ല ബീച്ചാണ് ലേമൂർ ബീച്ച്.
കുട്ടികൾക്കുള്ള പാർക്കും ഇരിപ്പിടങ്ങളും ആവശ്യത്തിനൊരുക്കിയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ 108 ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന സ്ഥലത്താണ് ദക്ഷിണ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആദി കേശവ പെരുമാൾ ക്ഷേത്രം. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഇവിടെയും വിഷ്ണുവിൻ്റെ അനന്ത ശയനത്തിലുള്ള പ്രതിഷ്ഠയാണുള്ളത്. 22 അടിയാണ് വിഗ്രഹത്തിൻ്റെ നീളം. സമുദ്രനിരപ്പിൽ നിന്ന് 55 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 അടി കനത്തിലാണ് ഇവിടുത്തെ ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജാക്കന്മാരാണ് 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ കണ്ട ഏവർക്കും നന്ദി. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.